ഇപ്പോ എല്ലാവരും കുഴിമന്തി ഫാൻസ് ആണ്. പണ്ട് നമ്മൾ ബിരിയാണി എന്ന് പറയുന്നത് ഇപ്പൊ കുഴിമന്തിയാണ്. പ്രത്യേകിച്ച് ഈ മന്തി റൈസിനേക്കാളും കൂടുതൽ ആളുകൾ മയണീസ് അതിൽ മിക്സ് ചെയ്ത് കഴിക്കുന്നുണ്ട്. അപ്പൊ ഞാനടക്കം മന്തി ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷെ ഈ കുഴിമന്തി കൂടുതൽ കഴിക്കുന്നത് എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത്? കുഴിമന്തി എന്ന് പറയുമ്പം അതിന്റെ ഒരു പ്രിപ്പറേഷൻ ഒതന്റിക് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആണെങ്കിൽ ആക്ച്വലി അതൊരു ഹെൽത്തി ഫുഡാണ്. അതൊരു അറബിക് ഡിഷാണ്. ആ ഒരു രീതിയിലുള്ള പ്രിപ്പറേഷൻ ആണെങ്കിൽ അത് നല്ലത് തന്നെയാണ്. പക്ഷെ നമുക്ക് പലപ്പോഴും ഒരുപാട് സ്പൈസും ഒരുപാട് ഓയിലും എല്ലാം ചേർത്തിട്ടുള്ള ഒരു രീതിയിലാണ് കിട്ടുന്നത്. മയോണൈസ് ആണെങ്കിലും അതിൽ ഓയിലിന്റെ കണ്ടന്റ് കൂടുതലാണ്. അതില് മുട്ട ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് അത്രയും കുക്ക് ചെയ്യാത്ത മുട്ടയാണ് ഉപയോഗിക്കുന്നത്. ഇതൊക്കെ ഒരു അലർജിക്കും ഇൻഫെക്ഷൻസിനും ഒക്കെ കാരണമാവും. പിന്നെ ഇതിലുള്ള സ്പൈസസ് നല്ലതാ, പക്ഷെ അതിൽ ഉപയോഗിക്കുന്ന ഒരുപാട് ഓയിൽ കണ്ടന്റ് ഇത് നമുക്ക് ജീവിതശൈലി രോഗങ്ങളിലോട്ടാണ് ചെന്നെത്തിക്കുക. ഇപ്പൊ നമുക്ക് ഷുഗർ ഉള്ളവർക്ക് നല്ലതല്ല, കൊളസ്ട്രോൾ ഉള്ളവർക്ക് നല്ലതല്ല, ഫാറ്റി ലിവർ ഉള്ളവർക്ക് നല്ലതല്ല, ഒരുപാട് വണ്ണം ഉള്ളവർക്ക് നല്ലതല്ല. ഇത് പിന്നീട് ഗ്രാജുവലി നമുക്ക് ഒരുപാട് ദഹന പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് അതിങ്ങനെ പോയി പൈൽസില്, അതുപോലെ മലദ്വാര സംബന്ധമായിട്ടുള്ള കണ്ടീഷൻസ്, നമ്മുടെ മൊത്തം മെറ്റബോളിസത്തിൽ തന്നെ ഇത് പ്രശ്നമാക്കും. PCOD ഉള്ളവർക്ക് അതൊന്നും നല്ലതല്ല. പക്ഷെ വൺസ് ഇൻ എ വൈലൊക്കെ കഴിക്കാം ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. പക്ഷെ അതൊരു ഹാബിറ്റ് ആവുകയാണ് ഇപ്പൊ കാണുന്നത്. അത് അഡ്രസ് ചെയ്യേണ്ട കാര്യമാണ്. അങ്ങനത്തെ കുഴിമന്തി ലവേഴ്സിനോട് എന്താ പറയാനുള്ളത്? ഇടയ്ക്ക് വല്ലപ്പോഴും കഴിക്കുക, പക്ഷെ സ്ഥിരമായിട്ട് കഴിക്കാണ്ടിരിക്കുക.